നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ധനു ലഗ്നക്കാരുടെ ഗ്രഹത്തെയും അവർ ഭജിക്കേണ്ട ദേവതയെയും കുറിച്ചാണ്. ഈ ഗ്രഹത്തെയും ദേവതയെയും ഭജിച്ചാലേ ഉറപ്പായും നിങ്ങളുടെ ജീവിതം എല്ലാവിധത്തിലും സർവ്വവിധ സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യലബ്ധിയും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ഒരു കഷ്ടപ്പാടും നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഇത് നിത്യവും ഒന്നോടെ അനുഷ്ഠിച്ചു വരണം. എന്നാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ പരിശ്രമവും കൂടെ വേണം. നാമജപങ്ങൾ മാത്രമല്ല, നമ്മൾ ഏത് ജോലിയായാലും ശരി അതിൽ ആത്മാർപ്പണം ചെയ്യണം. അതായത് പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തു തീർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രാർത്ഥനയിലൂടെ നമുക്കത് പൂർണ്ണമായും വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ധനു ലഗ്നക്കാരുടെ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അവർ ഈ കാണുന്ന ചിത്രം കാണുമല്ലോ, അതിൽ ല എന്ന് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അതാണ് ധനു ലഗ്നം, ധനുരാശി. ആ ധനുരാശിയാണ് 1-ാം ഭാവം. അടുത്തത് മകരരാശിയാണ് 2-ാം ഭാവം. അടുത്തത് കുംഭം രാശിയാണ്, അത് 3-ാം ഭാവം. 4-ാം ഭാവം എന്ന് പറയുന്നത് മീനം രാശിയാണ്. നമുക്ക് വേണ്ടത് ഈ പറയാൻ പോകുന്ന മേടം രാശിയായ 5-ാം ഭാവമാണ് ധനു ലഗ്നത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ രാശിയുടെ അധിപനെയും ആ അധിപനുമായി ബന്ധപ്പെട്ട ദേവതയും നിങ്ങൾ നിത്യവും എന്നാണ് ഉപാസിച്ചോണം. അതിങ്ങനെ ചെയ്തു പോന്നാലും ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തരണം ചെയ്യാൻ നിങ്ങൾക്ക് ശക്തി കിട്ടും. നല്ലൊരു സ്രോതസ്സ് കിട്ടും. സാമ്പത്തികമായ സ്രോതസ്സ് എല്ലാം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. അതിന് പറയേണ്ടതുപോലെ നിങ്ങൾ ചെയ്യുക. എന്താ വെച്ചാൽ ഈ മേടം രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ കുജനാണ്. അപ്പോൾ കുജഗ്രഹത്തെയാണ് നിങ്ങൾ ആദ്യം ഭജിക്കേണ്ടത്. ആ കുജനുമായി ബന്ധപ്പെട്ട ദേവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഭക്തിയോടെ ആര് ഭജിച്ചാലും എല്ലാവിധ അനുഗ്രഹവും ഐശ്വര്യവും ചൊരുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി. ആ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ധനുലഗ്നക്കാർ നിർബന്ധമായും ഭജിക്കേണ്ട ദേവൻ. അപ്പോൾ അവർ ഈ പറയുന്ന എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ മാസത്തിലും ചൊവ്വാഴ്ച ഉണ്ടാകും. അതിൽ 30 ചൊവ്വാഴ്ചയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി നാരങ്ങാമാല ചാർത്തുക. അവന് ഭഗവാൻ ഇഷ്ടപ്പെട്ട പാൽപ്പായസം ഭഗവാൻ ഇഷ്ടപ്പെട്ടാണ് പാൽപ്പായസം നേദിക്കുക. അതുപോലെ പുഷ്പാഞ്ജലി സമർപ്പിക്കുക. ഇങ്ങനെയൊക്കെ പഞ്ചാമൃത അഭിഷേകം, പാലഭിഷേകം, പനിനീരഭിഷേകം, ഇങ്ങനെ ഭഗവാൻ ഇഷ്ടപ്പെട്ട അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നിങ്ങൾ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. മഞ്ഞപ്പട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മഞ്ഞപ്പട്ട് സമർപ്പിച്ച് ഭഗവാന്റെ നാമമന്ത്രങ്ങളായ ഓം ഭജതുഭേ നമ, ഓം ശരവണഭവായ നമ എന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷഷ്ടി സ്തോത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ജപിക്കാം. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് ഭക്തിപൂർവ്വം ജപിക്കുക. നിങ്ങൾക്ക് അറിയാൻ പാടാത്ത എന്തെങ്കിലും അറിയണമെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കുക. അപ്പോൾ കമൻ്റായിട്ട് നിങ്ങൾ മെസ്സേജ് എന്താണ് അറിയേണ്ടത് ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ കുറേ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ് കമൻ്റായിട്ട് ഞാൻ രേഖപ്പെടുത്താം. അപ്പോൾ അതുകൂടാതെ ഈ ഗായത്രി മന്ത്രം കൂടി ജപിക്കുക. ഓം തത്പുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹി തന്നു ഷൺമുഖ പ്രചോദയാൻ. ഓം തത്പുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹി തന്നു ഷൺമുഖ പ്രചോദയാൻ. ഈ ഗായത്രി മന്ത്രം കൂടി നിത്യവും എന്നോട് 108 തവണയോ 12 തവണയോ 21 തവണയോ ജപിക്കാം. അപ്പോൾ കൂടാതെ കുജ സ്തോത്രം നിങ്ങൾ ജപിക്കണം. കുജസ്തോത്രം ഞാൻ പറഞ്ഞുതരാം. ധരണീ ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യം. ഇവിടെ പറഞ്ഞുതരാം. ധരണീ ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ത്വം മംഗളം പ്രണമ്യാമ്യഹം. ഈ സ്തോത്രം ഭക്തിപൂർവം കുജനെ മനസ്സിൽ ധ്യാനിച്ച് നിത്യോരോന്ന് ജപിക്കുക. ഇത്രയൊക്കെ ചെയ്തു പോന്നാൽ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. കൂടാതെ പഴനിയിലും
തൃച്ചെന്തൂരിലും പോയി ദർശനം നടത്തണം. കഴിയുന്നതും ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും പോയി അവിടെ പോയി തൊഴണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നിത്യോന്നോട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തു പോന്നാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കും. ജീവിതത്തിൽ ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, ആരോഗ്യത്തെ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.